ഹായ്. ഇപ്പോൾ 2026 മാർച്ച് 2. 2026-ൽ ഒരുപാട് മലയാള സിനിമകൾ റിലീസായി. ഒരു മലയാള സിനിമയ്ക്ക് പോലും വലിയ രീതിയിലുള്ള കളക്ഷനിൽ എത്തപ്പെടാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? എല്ലാ സിനിമകളും മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പല സിനിമകളും മികച്ചതായി വന്നിട്ടുണ്ട്. പക്ഷെ കളക്ഷനിൽ അത് കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ മലയാള സിനിമ 100 കോടിയും 200 കോടിയും നിസ്സാരമായി നേടിയെടുക്കുന്ന ഒരു സമയമാണ്. പക്ഷെ എല്ലാ സിനിമകളും ഈ പറയുന്ന 100 കോടിയും 200 കോടിയും നേടിയെടുക്കുന്നുണ്ടോ? അതായത് മികച്ചതായി വരുന്ന എല്ലാ സിനിമകളും നേടിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മികച്ച റെസ്പോൺസ് കിട്ടി എന്നുള്ളത് കൊണ്ട് 100 കോടി കിട്ടില്ല. അത്യാവശ്യം ഹൈപ്പിൽ വരുന്ന സിനിമ, ആ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ മാത്രമാണ് ഈ പറയുന്ന 100 കോടിയും 200 കോടിയും 250 കോടിയും എല്ലാം നേടാൻ പറ്റുന്നത്. അല്ലാത്ത ഒരു സിനിമയ്ക്കും അത് സാധിക്കുന്നില്ല. എക്കോ എന്ന സിനിമ മികച്ച അഭിപ്രായം കിട്ടിയ സിനിമയാണ്. 50 കോടി പോലും നേടാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല. പല ആൾക്കാരുടെയും ഒരു ധാരണയാണ് സിനിമ മികച്ചതായി എടുത്തു വെക്കുക, സ്വാഭാവികമായിട്ടും കളക്ഷൻ ആ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. സിനിമ മികച്ചതായാൽ മാത്രം പോരാ, നല്ല രീതിയിൽ പരസ്യവും ചെയ്യണം. അങ്ങനെ പരസ്യം ചെയ്താൽ മാത്രമാണ് സിനിമകൾക്ക് പ്രേക്ഷകർ തിയേറ്ററുകളിൽ അടിച്ചു കയറുകയുള്ളൂ. അല്ലെങ്കിൽ ഭൂരിഭാഗം പ്രേക്ഷകരും OTTയിൽ കാണാം എന്ന് വിചാരിക്കും. ഇപ്പോൾ എക്കോയുടെ കാര്യം മാത്രമല്ല, മമ്മൂക്കയുടെ പല സിനിമകളും 100 കോടി നേടാത്തതിന് പിന്നിലുള്ള കാരണവും ഇത് തന്നെയാണ്. കണ്ണൂർ സ്ക്വാഡ് തീർച്ചയായും 100 കോടിക്ക് മുകളിൽ ഉറപ്പായി കളക്ഷൻ നേടേണ്ട ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് പരസ്യം വളരെ ശോകമായിരുന്നു. ഹൈപ്പ് കൊടുക്കാൻ അതിന്റെ അണിയറക്കാർ തയ്യാറായിരുന്നില്ല. ഭ്രമയുഗമായാലും അതുപോലെ ഒരുപാട് സിനിമകൾ, മമ്മൂക്കയുടേതായിട്ട് ഒരുപാട് മികച്ച സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 100 കോടി നേടാൻ ആ സിനിമകൾക്ക് സാധിക്കാതിരുന്നത്. പക്ഷേ 2026-ൽ 100 കോടിയും 200 കോടിയും 500 കോടിയും നേടുന്ന സിനിമകൾ വരുന്നുണ്ട്. അതായത് ആ സിനിമകൾ തിയേറ്ററുകളിൽ വന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഈ കളക്ഷനിലേക്ക് നിസ്സാരമായി എത്തും എന്നുള്ളത് തന്നെയാണ്. മാർച്ച് 19-ന് റിലീസ് ചെയ്യുന്ന ആട് 3 അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റ് ഉണ്ട്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ സിനിമ തീർച്ചയായും 100 കോടി നിസ്സാരമായി മറികടക്കും. ഒരുപക്ഷെ 200 കോടിയും നേടി എന്ന് വരും. അതെന്തുകൊണ്ടാണ്? അതിനുള്ള ഹൈപ്പ് തന്നെയാണ്. ആ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. പാട്രിയാട്ട്, മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും ഒന്നിക്കുന്ന സിനിമ. ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ എന്നുള്ള രീതിയിലുള്ള വലിയ ഹൈപ്പ് സിനിമയ്ക്കില്ല. പക്ഷെ അത്യാവശ്യം ഹൈപ്പുണ്ട്. അത് ഇവർ ഒന്നിക്കുന്നതുകൊണ്ട് പ്രേക്ഷകർ കൊടുക്കുന്ന ഒരു ഹൈപ്പാണ്. ഇതിന്റെ അണിയറക്കാർ കൊടുത്ത ഒരു ഹൈപ്പല്ല. അണിയറക്കാർ നല്ല രീതിയിൽ ഇതിനെ പ്രൊമോഷൻ ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ വേറെ ലെവൽ ഹൈപ്പിൽ ഈ സിനിമ വന്നു നിന്നേനെ. ഫസ്റ്റ് ഡേ തന്നെ ഒരു പക്ഷേ 50 കോടിയോളം കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവർ ആ രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും സിനിമയ്ക്ക് അത്യാവശ്യം ഹൈപ്പുണ്ട്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ 200 കോടി നിസ്സാരമായി മറികടക്കും. നേരെ മറിച്ച് വമ്പൻ ഹൈപ്പിൽ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ തീർച്ചയായും 300 കോടി 400 കോടി നേടിയെടുക്കാൻ സിനിമയ്ക്ക് പറ്റുമായിരുന്നു. ഏപ്രിൽ 23-നാണ് പാട്രിയറ്റ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ ഏപ്രിൽ 2-ന് ദൃശ്യം 3 വരുന്നുണ്ട്. സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പാണ് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ ഉള്ളത്. എല്ലാ പ്രേക്ഷകരും ഈ സിനിമയെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും 500 കോടിയും നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനിടയിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ആ സിനിമകൾക്ക് പോസിറ്റീവ് ആണ് വരുന്നത് എങ്കിൽ ഈ പറയുന്ന 100 കോടിയോ 150 കോടിയോ 200 കോടിയോ നേടിയെടുക്കാൻ സാധിക്കില്ല. അതങ്ങനെയാണ്. തീർച്ചയായും സിനിമ വിജയിക്കുമായിരിക്കും. പക്ഷേ വമ്പൻ കളക്ഷനിലേക്ക് സിനിമകൾ പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഹൈപ്പ് വേണം. ആ സിനിമയുടെ ഓരോ അപ്ഡേറ്റ്സും അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. പ്രേക്ഷകർ ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ വരുന്നുണ്ട് എന്ന് അറിയണം. എന്നാൽ മാത്രമേ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകർ അടിച്ച് കയറുകയുള്ളൂ. അല്ലെങ്കിൽ മികച്ച സിനിമയാണെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അറിഞ്ഞാലും അവർ OTTയിൽ കാണാം എന്നേ വിചാരിക്കൂ. എന്തായാലും 2026-ൽ ഇതുവരെ വലിയ വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ 100 കോടിയും 200 കോടിയും 500 കോടിയും നേടാൻ മാർച്ച് ഏപ്രിൽ മാസത്തിൽ സിനിമകൾ വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ സിനിമകളെല്ലാം പോസിറ്റീവ് ആവട്ടെ. നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷനിലേക്ക്, നമ്മൾ പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് സിനിമകൾ എത്തിച്ചേരട്ടെ. ഇതാണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സംഭവിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.